ബ്രിഗേഡിയർ ബാലൻ, ഇന്നിപ്പോ നമ്മൾ പാകിസ്ഥാൻ അവരുടെ റഡാർ സംവിധാനങ്ങൾ അതിർത്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ബലൂചിസ്ഥാൻ മേഖലയിലുള്ള 2 കമ്പനി സേനയെ അവർ അതിർത്തിയിലേക്ക് അയച്ചു എന്ന് പറയുന്നുണ്ട്. സിയാൽകോട്ട് മേഖലയിൽ എന്താണ് ഇന്ത്യൻ സംവിധാനങ്ങളെ ഡിഫർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരെന്തൊക്കെയോ വലിയ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അവർ പ്രിപ്പയർഡ് ആണ് അതുകൊണ്ട് എന്ന് പറയാറായോ ശ്രീ ബ്രിഗേഡിയർ ബാലൻ? നമസ്കാരം. യുദ്ധത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സിദ്ധാന്തമുണ്ട്. ഇന്നലെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത യുദ്ധം പോലെയല്ല ഇനിയുള്ള യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഓരോ യുദ്ധത്തിലും തന്ത്രങ്ങളും സജ്ജാഹങ്ങളും സന്നാഹങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഈ യുദ്ധം എൻ്റെ ഒരു അനുമാനത്തിൽ, നമ്മൾക്ക് പ്രവചിക്കാൻ കഴിയില്ല, എന്നാലും അനുമാനത്തിൽ ഒരു പുതിയ തരത്തിലായിരിക്കും ആവിഷ്കരിക്കുക. ഇത് പല തലങ്ങളിലായിട്ടുണ്ടാകും. വെറും ഒരു യുദ്ധത്തിൽ മാത്രം പാകിസ്ഥാൻ എന്തെങ്കിലും പഠിക്കുമെന്നുള്ളത് ഒരു മിഥ്യാബോധമാണ്. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് എന്തെങ്കിലും അവർ പഠിച്ചിരുന്നെങ്കിൽ 47, 48, 65, 71, കാർഗിൽ, ബാലക്കോട്ട്, പുൽവാമ, ഉറി, ഇതിൽ നിന്നുണ്ടായ നമ്മുടെ ആക്രമണങ്ങളിൽ നിന്ന് അവർ പഠിച്ചവർ പിന്മാറുമായിരുന്നു. അങ്ങനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വെറും മിഥ്യാബോധം മാത്രമാണ്. അതുകൊണ്ട് ദീർഘകാലമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും, ഒരു ചലനമായിരിക്കും നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ താങ്കൾ കാണുന്ന അതിർത്തിയിലുള്ള ഈ സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. 2 രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയുടെ ഒരു ആവിഷ്കരണം ഉണ്ടാകുമ്പോൾ തന്നെ ഈ കുറച്ച് സേനകൾ, കുറച്ച് എക്വിപ്മെൻറ്റ്സ് എല്ലാം ബോർഡറിൽ വരികയും ലൈൻ ഓഫ് കൺട്രോളിൽ കുറച്ച് ഫയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതൊക്കെ ഒരു എല്ലാ യുദ്ധത്തിനും മുന്നോടിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാകാൻ പോകുന്നത് വ്യത്യസ്തമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഒന്നാമത്, ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രത്യക്ഷ രൂപത്തിൽ ലൈൻ ഓഫ് കൺട്രോളിൽ എന്തായാലും ഫയറിംഗ് ഉണ്ടാകും. ഇത് കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളായിട്ട് ഉണ്ടാകുന്നതാണ്. ഞാൻ കാശ്മീരിലിരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യവും അത് നമ്മൾ എസ്കലേറ്റ് ചെയ്ത് അവർ ചെയ്യുന്നതിന് 3 ഇരട്ടിയായിട്ട് അങ്ങോട്ട് ഫയറിങ് ചെയ്ത് ആർട്ടിലറി, മീഡിയം ആർട്ടിലറിയൊക്കെ ഫയർ ചെയ്ത് അവരുടെ ബോർഡറിൽ, അതിർത്തിയിലുള്ള സൈന്യങ്ങളെയും അവരുടെ ക്യാമ്പുകളെയും ടെററിസ്റ്റ് ക്യാമ്പുകളെയും വളരെയധികം നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ ചെയ്യാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട്. ഇന്നലത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. അതുപോലെ ഇന്നലത്തെ പാകിസ്ഥാനല്ല ഇന്നത്തെ പാകിസ്ഥാൻ. ആ 2 വ്യത്യാസങ്ങൾ തമ്മിൽ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും പ്രതിപാദിക്കാം. പക്ഷേ പ്രത്യക്ഷ രൂപത്തിൽ ഉടനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലൈൻ ഓഫ് കൺട്രോളിൽ വളരെ നല്ല തോതിൽ നമ്മൾ പ്രഹരിക്കും പാകിസ്ഥാനെ. രണ്ടാമത്തത്, ഈ ഇൻറ്റേർണൽ സിറ്റുവേഷൻ, അതായത് ആന്തരികമായിട്ടുള്ള ഈ ടെററിസ്റ്റുകൾക്കുള്ള സപ്പോർട്ട് ബേസസ് എല്ലാം ഒന്നുകൂടെ അടിച്ച് പൊളിച്ച് തകർക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും പ്രവർത്തനങ്ങളും തുടങ്ങിക്കാണും. അത് പ്രത്യക്ഷ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമ്മൾ അറിയില്ല. പിന്നെ ഇതെന്താണ് വ്യത്യസ്തമായിട്ട് ഉണ്ടാകാൻ പോകുന്നത്, എന്താണ് ഈ കാരണം എന്നുള്ളത് ഞാൻ ചില ചാനലുകളിൽ പറയുകയുണ്ടായി. വെറും 28 വിനോദസഞ്ചാരികളല്ല മരിച്ചത്, അവരെയല്ല കൊന്നത്. ഭാരതത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ ആളുകളെ തിരഞ്ഞെടുത്താണ് ഇത് കൊന്നത്. ഒറീസയിൽ നിന്നൊരാൾ, ബോംബെയിൽ നിന്നൊരാൾ, തമിഴ്നാട്ടിൽ നിന്നൊരാൾ, കർണാടകയിൽ നിന്നൊരാൾ, ഒരു മലയാളി, അങ്ങനെ ഓരോ ഹരിയാനയിൽ നിന്നൊരാൾ. ഇത് നമ്മൾക്കുള്ള ഒരു സന്ദേശം അവർ തരികയാണ്. ഞങ്ങൾ ഭാരതമെന്ന ഒരു ആസ്ഥാനത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഈ ആക്രമണത്തിൽ കൂടി. അതുകൊണ്ട് ഉത്തരവും അതുപോലെയായിരിക്കും. യുദ്ധങ്ങൾ കൊണ്ട് അവർ പഠിച്ചിട്ടില്ല, യുദ്ധങ്ങൾ കൊണ്ടുള്ള അവർക്കുള്ള നഷ്ടങ്ങൾ കൊണ്ടൊന്നും അവർ പഠിച്ചിട്ടില്ല. 71-ൽ 90,000 പ്രിസണേഴ്സ് ഓഫ് വാർ നമ്മളെടുത്തിട്ട് തിരിച്ചു കൊടുത്തതാണ്. എന്നിട്ടും അവർ പഠിച്ചിട്ടില്ല. എന്തൊരു വലിയൊരു നാണക്കേടാണ്. ഇത്രയും വലിയ 100,000-ഓളം പട്ടാളക്കാരെ ഒരു സമയത്തും കീഴടങ്ങിയിട്ടില്ല, ഈ സമയത്തല്ലാതെ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത്. ഇത്ര നാണക്കേടുണ്ടായിട്ടും അവർ പിന്നീടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം കൊണ്ടൊന്നും ഇവർക്ക് ഒന്നും മനസ്സിലാകില്ല. ഇത്
മലയാളം പറയുന്നവനോട് ചൈനീസ് ഭാഷ സംസാരിക്കുന്ന പോലെയാണ്. Yes, അവർക്ക് sir, ഈ ഭാഷ മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ സാർ, ആൾക്കാരെ ഭാഷ മാത്രമല്ല ഞാൻ പറയുന്നത്, പിടിച്ചെടുത്ത ആൾക്കാരെ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉദാരമനസ്കത പലയാവർത്തി കാണിച്ചിട്ടുണ്ട്. ആ ഉദാരമനസ്കത പലയാവർത്തി കാണിച്ചിട്ടും ആ യുദ്ധത്തിലെ നാണംകെട്ട പരാജയങ്ങൾ കൊണ്ട് ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ അവർക്കുള്ള മരുന്ന് വേറെയാണ്.